വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച മോഹൻലാൽ സിനിമയാണ് VA ശ്രീകുമാറിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഒടിയൻ. ഒടിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ മുഖത്ത് വരുത്തിയ മാറ്റങ്ങളും സിനിമാ ലോകത്ത് ഇപ്പോഴും ചർച്ചയാകാറുണ്ട്. വൻ ഹൈപ്പ് കൊടുത്ത് ആരാധകർ കാത്തിരുന്ന സിനിമയായിരുന്നു ഒടിയൻ. സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഒടിയനെ കുറിച്ച് റിലീസിന് മുമ്പ് അത്രമാത്രം വാചാലനായിരുന്നു. മുഖത്ത് ബോട്ടോക്സിലൂടെ മാറ്റം വരുത്തി മോഹൻലാൽ ആദ്യമായി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയത് ഈ സിനിമയിലൂടെയാണ്. എന്നാൽ ഒടിയൻ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി. മോഹൻലാലിന്റെ മുഖത്തെ മാറ്റവും വിമർശിക്കപ്പെട്ടു. ഇതേക്കുറിച്ച് പരോക്ഷമായി സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. ഒടിയന് ശേഷം കവൾ മറയ്ക്കാൻ താടിവെച്ച മോഹൻലാലിനെ മാത്രമേ സിനിമകളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് നിരാശാജനകമാണെന്ന് അദ്ദേഹം പറയും. മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബന് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശാന്തിവിള ദിനേശ്. ഒരു ദ്രോഹി കാരണം നിങ്ങൾ താടി വെക്കേണ്ടി വന്നു എന്നും നിങ്ങളെല്ലാം മലയാളി പ്രേക്ഷകർ ഹതഭാഗ്യരായി പോയത് അതിനാലാണ് എന്നും അദ്ദേഹം പറയും. മോഹൻലാലിനെ ഇത്രയും ബുദ്ധിയില്ലെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ മലയക്കോട്ടെ വാലിബനാണ് മോഹൻലാലിന്റേതായി അവസാനം റിലീസ് ചെയ്ത സിനിമ. ചിത്രത്തിന് തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബെറോസ് മാർച്ചിൽ റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.